കേരളം കണ്ട ഏറ്റവും പ്രമാദമായ തിരോധാനമായിരുന്നു ജസ്നയുടേത്. പത്തനംതിട്ട വെച്ചൂച്ചിറ കൊല്ലമുളയിലെ വീട്ടിൽ നിന്ന് 6 വർഷം മുമ്പ് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നതിന് ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തതയില്ല. ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നത് ആളുകളെ കാണാതാവുന്ന കേസുകളിൽ 7 വർഷത്തിനുള്ളിൽ കണ്ടെത്താനായില്ലെങ്കിൽ മരണപ്പെട്ടതായി കണക്കാക്കാം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ 1 വർഷം കൂടി കഴിഞ്ഞാൽ ആ പെൺകുട്ടി മരണപ്പെട്ടതായി കരുതേണ്ടി വരും നമുക്ക്. പോലീസിനും CBIക്കും ആലപ്പുഴ പുന്നപ്രയിലെ മണൽപ്പരപ്പിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ കാണാതായ രാഹുലിന്റെ തിരോധാന കേസിൽ പരാജയമാണ് സംഭവിച്ചത്. ചാക്കോ വധക്കേസിലെ പ്രതി സുകുമാരക്കുറുപ്പ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയിട്ട് പതിറ്റാണ്ടുകളായി. അതുപോലെ ഒരു തെളിയിക്കപ്പെടാത്ത കേസായി മാറുമോ ജസ്നയും? അങ്ങനെ ആവാതിരിക്കാനായി നമുക്ക് പ്രത്യാശിക്കാം. 2018 മാർച്ച് 22 മുക്കുട്ടുതറയിലെ ബന്ധുവീട്ടിലേക്കെന്നും പറഞ്ഞ് പുറപ്പെട്ട ജസ്നയെ കാണാതായെന്ന കേസ് ദുരൂഹതയുടെ ചുരുളുകൾ നിറഞ്ഞതാണ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് ശേഖരിച്ച വിവരങ്ങൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്ന് പരസ്യമായി വ്യക്തമാക്കിയിട്ടില്ല. ജസ്ന പോയി എന്ന് കരുതുന്ന വഴിയെ 3 അന്വേഷണ ഏജൻസികൾ സഞ്ചരിച്ചിരുന്നു. എന്നാൽ അവർ ഇരുട്ടത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ജനുവരിയിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് കാണിച്ച് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ കാരണം എന്താണ്? ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിയാത്തത് തന്നെയാണ്. താൻ വ്യക്തിപരമായി അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ CBIക്ക് കൈമാറിയെങ്കിലും ഗൗരവമായി എടുത്തിട്ടില്ല എന്നാണ് പിതാവ് ജെയിംസ് അറിയിച്ചത്. അതിനാൽ തന്നെ കോടതി വീണ്ടും അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. എന്നാൽ പുതിയ പാത തെളിയിച്ച് CBIക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതിൽ ഇതുവരെ വ്യക്തതയും വന്നിട്ടില്ല. CBI ഉദ്യോഗസ്ഥർ ജെയിംസിനെ വല്ലപ്പോഴും വിളിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. 20 വയസ്സുള്ളപ്പോഴാണ് ജസ്ന മരിയ ജെയിംസിനെ കാണാതാവുന്നത്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ BCom വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന. പകൽ വെളിച്ചത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനി അപ്രത്യക്ഷമായത് വലിയ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്. സമർത്ഥരായിട്ടുള്ള പല ഉദ്യോഗസ്ഥർ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ ആകാത്തത് പോലീസിനും ക്രൈംബ്രാഞ്ചിനും നാണക്കേട് തന്നെയാണ്. എന്നാൽ ജസ്നയെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് പറഞ്ഞ് അന്വേഷണ മേൽനോട്ടം വഹിച്ചിരുന്നവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ജോലിയിൽ നിന്ന് വിരമിക്കുകയുമാണ് ചെയ്തത്. ജസ്നയുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി CBI ഏൽപ്പിച്ചിട്ട് 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൊഴിയെടുപ്പുകളും ചോദ്യം ചെയ്യലുകളുമായി മുന്നോട്ട് പോയ CBI ഇലന്തൂർ നരബലി കേസിലെ പ്രതികളുമായിട്ട് ജസ്ന കേസിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ അത്തരം ആളുകളുമായിട്ട് ജസ്നയ്ക്ക് ബന്ധമില്ലെന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ ചിലർ നടത്തുന്ന വ്യാഴാഴ്ച കൂട്ടായ്മകളിൽ ജസ്ന പങ്കെടുത്തിരുന്നതായിട്ട് പിതാവ് ജെയിംസ് വെളിപ്പെടുത്തിയിരുന്നു. അത് പുതിയൊരു വഴിത്തിരിവിലാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ജസ്നയെ വ്യാഴാഴ്ച പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവളുടെ സുഹൃത്തായിരുന്നു. അതിനാൽ ആ സുഹൃത്തിനെയാണ് പിതാവ് സംശയിക്കുന്നത്. ജസ്നയെ കാണാതായതിനെ തുടർന്ന് പിതാവും സഹോദരനും പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിലൊരു സഹപാഠിയെപ്പറ്റി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും നുണപരിശോധന നടത്തിയതിൽ നിന്നും ജസ്നയുടെ തിരോധാനത്തിൽ പങ്കില്ലെന്നാണ് തെളിഞ്ഞത്. എന്നാൽ വ്യാഴാഴ്ച പ്രാർത്ഥനയിലേക്ക് ജസ്നയെ കൂട്ടിക്കൊണ്ടുപോയത് വേറൊരു സുഹൃത്താണെന്നാണ് ബന്ധുക്കളുടെ അഭിപ്രായം. ഫോൺ എടുക്കാതെയാണ് ജസ്ന അന്ന് വീട്ടിൽ നിന്ന് പുറത്തുപോയത്. ഫോണിൽ വിശദമായി പരിശോധന നടത്തിയെങ്കിലും ഒരു തെളിവും കണ്ടെത്താനായില്ല. ഈ ഒരു കേസ് തെളിയിക്കാനായിട്ട് പ്രത്യേക സൈബർ ടീമിനെ നിയോഗിച്ച് ലക്ഷത്തിലേറെ ഫോൺ കോളുകളും മെസ്സേജുകളും പരിശോധിച്ചിരുന്നു. എന്നാൽ സംശയിക്കത്തക്ക ഒന്നും കിട്ടിയില്ല. ജസ്നയുടെ സഞ്ചാരപാത, ഫോൺ വിവരങ്ങൾ, സൗഹൃദങ്ങൾ, വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ എന്നിവയൊക്കെ CBI പരിശോധിച്ചു. എന്നാൽ അവസാനം CBI എത്തി നിൽക്കുന്നത് പോലീസും ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയതിൽ തന്നെയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണ് CBI. CBIക്ക് തെളിയിക്കാൻ കഴിയാത്ത കേസുകളില്ല എന്ന് തന്നെയാണ് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നത്. സിനിമകളിലും നമ്മളത് കണ്ടതുമാണ്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്ത കാര്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് CBI കേസ് തെളിയിക്കുന്നത് നമ്മൾ സിനിമയിലൂടെ കണ്ടിട്ടുണ്ട്. എന്നാൽ ജസ്നയുടെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതുവരെയും ജസ്നയെ കണ്ടെത്താൻ കഴിയാത്തത് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല. രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത തിരോധാനങ്ങളും കൊലക്കേസുകളും CBI നീട്ടിക്കൊണ്ടു പോകാറില്ല. ഭീകരവാദ ബന്ധമോ കൊലപാതകമോ പോലുള്ള സൂചനകൾ ജസ്നയുടെ കേസിൽ ഉണ്ടായിരുന്നെങ്കിൽ CBI അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന റിപ്പോർട്ട് നൽകുമായിരുന്നില്ല.
കേസ് ആദ്യം അന്വേഷിച്ചത് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ലോക്കൽ പോലീസ് ടീം അംഗങ്ങളായിരുന്നു. അവർ ചില നിഗമനങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു. സംഘത്തിന്റെ വിലയിരുത്തൽ മുണ്ടക്കയം വരെ ബസ്സിൽ സഞ്ചരിച്ച ജസ്ന വനത്തിനുള്ളിൽ എവിടെയോ ചെന്ന് ജീവൻ ഒടുക്കിയിട്ടുണ്ടാകാം എന്നായിരുന്നു. മൃതദേഹങ്ങള് വന്യമൃഗങ്ങള് ഭക്ഷിച്ചിട്ടുണ്ടാവുമെന്നും അവർ സംശയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ സാധൂകരിക്കാൻ തക്ക തെളിവുകൾ ഹാജരാക്കണം. എരുമേലി മുണ്ടക്കയം ഭാഗങ്ങളിൽ വനപാലകരുടെ സഹകരണത്തോടെ ദിവസങ്ങളോളം ജസ്നയ്ക്കായിട്ട് തിരച്ചിൽ അന്വേഷണ സംഘം നടത്തിയിരുന്നു. ജസ്ന കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ അവർ തള്ളിക്കളയുകയും ചെയ്തു. കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കുമായിരുന്നല്ലോ. അന്വേഷണം നീണ്ടുപോയതോടെ ആ പെൺകുട്ടിയെ പറ്റിയുള്ള കഥകൾ പലതും പുറത്തിറങ്ങി തുടങ്ങി. ജസ്ന ബംഗളൂരുവിലുണ്ടെന്നും ഗർഭിണിയാണെന്നും ICS ഭീകരരുടെ വലയിലകപ്പെട്ട് സിറിയയിലാണെന്നും ജിഹാദിന്റെ ഇരയായി എന്നും തുടങ്ങി നിരവധി കഥകളാണ് പുറത്തിറങ്ങിയത്. ഇതേ തുടർന്ന് ഗോവയിലും ചെന്നൈയിലും ബംഗളൂരുവിലുമൊക്കെ അന്വേഷണ സംഘം എത്തുകയും ചെയ്തു. കരിഞ്ഞതും അജ്ഞാതവുമായിട്ടുള്ള മൃതദേഹങ്ങളും അവർ പരിശോധിച്ചു. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും വിമാനത്താവളങ്ങളിലും വിവരശേഖരണ പെട്ടികൾ വച്ചെങ്കിലും ഒരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. ഇതിനിടെയാണ് CBI കേസ് ഏൽപ്പിക്കുന്നത്. ജസ്നയുടെ തിരോധാനം പ്രമാദമായ ഒരു കേസായതിനാൽ പലരും അതിനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയും പകപോക്കാനും ഉപയോഗിച്ചു. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരം മുണ്ടക്കയത്തെ ലോഡ്ജിൽ ജസ്ന എത്തിയെന്ന് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലായിരുന്നു. ജസ്നയുടെ പിതാവും CBIയും സംശയിക്കുന്നത് ലോഡ്ജ് ഉടമയും ജീവനക്കാരിയും തമ്മിലുണ്ടായ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞത് എന്നാണ്. ജസ്നയുടെ പിതാവ് പറയുന്നത് ജസ്ന ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ്. ആരും കാണാത്ത, ആരും തിരക്കി വരാത്ത ഒരു ലോകത്തേക്ക് അവളെ തള്ളിവിട്ടെങ്കിൽ അത് ആരാണ് എന്നതിനുള്ളൊരു മറുപടിയാണ് ബന്ധുക്കൾക്കും സമൂഹത്തിനും കിട്ടേണ്ടത്. മലയാള സമൂഹവും ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായിട്ട് കാതോർത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഉത്തരം എന്ന് ലഭിക്കും?